ഹായ് എവരി വൺ, ഞാൻ കസാക് ബെഞ്ചാലി. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സർ എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും നെഗറ്റീവായിരിക്കുന്നത്? മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തയാണ്. എങ്ങനെയാണ് മനസ്സിനകത്ത് നെഗറ്റീവ് ചിന്ത വന്നുകൊണ്ടിരിക്കുന്നത്? ഏത് രീതിയിലാണ് നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുക? നമ്മളെല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്നവരല്ലേ? നമ്മൾ വിഷമടങ്ങിയ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്ക് ആർക്കും അങ്ങനെ വിഷമടങ്ങിയ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. കാരണം എന്താണ്? വിഷമടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും. ശരീരം വിഷലിപ്തമാകും, അതിലൂടെ രോഗങ്ങൾ വരും, നമ്മുടെ ആരോഗ്യം നശിച്ചു പോകും, നമ്മൾ മരണത്തിന് പോലും സാധ്യതയുണ്ട് വിഷമടങ്ങിയ ഭക്ഷണം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യം. മനസ്സ് എന്ന് പറയുന്നത്, മനസ്സിന് ഭക്ഷണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നമ്മൾ അറിയാതെയും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്വീകരിച്ച ഭക്ഷണങ്ങളുമുണ്ട്. അതായത് കുട്ടിക്കാലം മുതൽ നമ്മളുടെ മനസ്സിനകത്തേക്ക് കയറിക്കൂടി എല്ലാം നമ്മുടെ ഭക്ഷണങ്ങളായി സ്വീകരിച്ചതാണ്. പ്രത്യേകിച്ചും ഹിപ്നോട്ടിക് കണ്ടീഷനിങ് എന്ന് പറയാവുന്ന 0 മുതൽ 10 വരെ വയസ്സ് കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതെല്ലാം നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിലും നമ്മൾ ഇന്നായിത്തീരുന്നതിലെ ഒരു മേജർ ഫാക്ടർ നിശ്ചയിക്കുന്നതിലും അതിന് വലിയൊരു പങ്കുണ്ട്. അതിനുശേഷവും ടീനേജ് കാലഘട്ടത്തിലും ഇന്നും രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും രുചിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ 5 സെൻസിനുള്ളിലൂടെ കടന്നു പോകുന്ന എല്ലാം നമ്മളുടെ ഭക്ഷണങ്ങളാണ്. നിങ്ങളുടെ 5 സെൻസിനകത്തൂടെ കടന്നു പോകുന്ന എല്ലാം ശരീരത്തെ പോലെ തന്നെ മനസ്സിൻ്റെയും ഭക്ഷണങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സ് എന്തുകൊണ്ടാണ് എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ലൈഫിലേക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ വരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ടെങ്കിൽ അതിന് ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഏത് തരത്തിലുള്ള ആരോഗ്യമാണോ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ്. മാനസിക ആരോഗ്യം ഇതുപോലെ തന്നെയാണ്, മനസ്സിനകത്തേക്ക് കടന്നു പോകുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ്. പക്ഷേ മനസ്സിൻ്റെ കേസിൽ ഇവിടെ ഡിഫറൻസ് ഉണ്ട്. ശരീരത്തെ പോലെയല്ല, മനസ്സിന് നമുക്ക് പലപ്പോഴും ചൂസ് ചെയ്തിട്ടല്ല കഴിക്കുന്നത്. നമ്മൾ ചൂസ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും ചൂസ് ചെയ്യാതെ കഴിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് എന്താണോ അതിനനുസരിച്ചാണ്. ഏതൊക്കെയാണ് നെഗറ്റീവായിട്ടുള്ള ഭക്ഷണങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെയാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റായിട്ട് കാണുന്നത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റായി കാണുന്നത്? തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് പത്രം വായിക്കാറുണ്ട്. അതുപോലെ തന്നെ പത്രത്തിലുള്ള എല്ലാ നെഗറ്റീവും, ഹെഡർ പേജിലുള്ള എല്ലാ നെഗറ്റീവ്സും നമ്മൾ അതുപോലെ അങ്ങ് സ്വീകരിക്കും. കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയും. അതുപോലെ തന്നെ മാർക്കറ്റാകെ തകർന്നിരിക്കുകയാണെന്ന് പറയും, രാഷ്ട്രീയക്കാരെ കുറ്റം പറയും, അങ്ങനെ മറ്റു വ്യക്തികളെ കുറ്റം പറയുന്നതായിരിക്കും. എല്ലാവരും ഇതുപോലെയാണെന്നല്ല, ഈ തരത്തിലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഗോസിപ്പുകളും കുറ്റം പറച്ചിലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായ വാർത്തകൾ, അപകടത്തിൻ്റെ വാർത്തകൾ, നല്ല ഉദ്ദേശം വെച്ചിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ മനസ്സിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മളെ പേടിപ്പിക്കുന്നത്, ഭയപ്പെടുന്നത്, നിരാശപ്പെടുത്തുന്നത്, സങ്കടപ്പെടുന്നതായ എല്ലാം മനസ്സിനകത്തേക്ക് കയറുമ്പോൾ ഇതെല്ലാം നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പോൺ മൂവീസുകൾ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വൈകാരിക തലങ്ങളിലേക്ക് നമ്മൾ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവ് ഫുഡുകൾ തന്നെയാണ്. തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ഫുഡുകൾ, തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക, സീരിയൽ കാണുക, കള്ളു കുടിക്കുക, ഇതെല്ലാം നെഗറ്റീവ് ഫുഡുകൾ തന്നെയാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മുടെ മനസ്സിനകത്തേക്ക് നെഗറ്റീവായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സ് വിഷലിപ്തമാകും. വിഷലിപ്തമായ മനസ്സിൽ നിന്ന് ഒരിക്കലും തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരില്ല. നിങ്ങൾ പോലും അറിയാതെ മനസ്സ് എപ്പോഴും നെഗറ്റീവിലേക്ക് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ധാരാളം നെഗറ്റീവായുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? വളരെ സിമ്പിളാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൈൻഡിനെ ഫോക്കസ് ചെയ്യുക, സന്തോഷത്തിലേക്ക് മൈൻഡിനെ ഫോക്കസ് ചെയ്യുക, ആളുകളെക്കുറിച്ച് നല്ലത് പറയുന്നതിലേക്ക് മൈൻഡിനെ ഫോക്കസ് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള നന്മ പറയുന്നുവെങ്കിൽ അതിന് നന്ദി പറയുക. രാവിലെയും വൈകുന്നേരം, ഉണർന്നെണീറ്റ ഉടനെയും ഉറങ്ങുന്നതിന് മുൻപും ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നൽകിയിരിക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊരു കണക്കെടുത്തിട്ട് അതിനൊക്കെ നന്ദി സ്വയം പ്രകാശിപ്പിക്കുകയും പ്രപഞ്ചത്തോട് പ്രകാശിപ്പിക്കുകയും ചെയ്യുക. ഏതെങ്കിലും വ്യക്തി നിങ്ങളെ വെറുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം പുറത്തു കൊടുക്കുക. ഇതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, നെഗറ്റീവായ മെസ്സേജുകളൊക്കെ ലഭിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നുകൊണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് ഉടനെ പത്രം വായിക്കാതിരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട്, പത്രം വായിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് കുറേയൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന
സമയമായതിനു ശേഷം കോൺഷ്യസ് അവയർനെസ് ഒക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പത്രം വായിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. പറ്റുമെങ്കിൽ ഒഴിവാക്കുക, ബട്ട് അത് നിർബന്ധമുള്ള ആളുകൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വായിക്കുക. തുടങ്ങിയ രീതിയിൽ മൈൻഡിനെ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക്, സന്തോഷത്തിലേക്ക്, ആഘോഷത്തിലേക്കും, സമാധാനത്തിലേക്ക്, നന്മയിലേക്ക്, നന്ദി കാണിക്കുന്നതിലേക്ക്, അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നന്മ ഒരാൾക്കെങ്കിലും ചെയ്തു കൊടുക്കുക. പണമായിട്ടാണോ, സാമ്പത്തിക സഹായം, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ സഹായമാണോ, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടോ നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ ബ്ലെസ്ഫുള്ളാക്കുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഭക്ഷണങ്ങൾ മനസ്സിന് കൊടുക്കുന്ന വഴി നെഗറ്റീവായ ചിന്തയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, പോസിറ്റീവായിട്ട് മനസ്സിനെ നിലനിർത്താൻ കഴിയും. എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമായി നമുക്ക് എല്ലാവർക്കും ഹാപ്പിയായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ കസാക് ബെഞ്ചാലി.